ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ചിന്തിച്ചത് തിരുവചനത്തിലെ തൂണുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. തിരുവചനത്തിലെ തൂണുകൾ. നാം അതിന് ആദ്യം യാക്കോബ് നാട്ടിയതായ 4 തൂണുകളെക്കുറിച്ച് ചിന്തിച്ചു. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ ഓർമ്മയിൽ കാണുമോ? യാക്കോബ് നാട്ടിയതായ 4 തൂണുകൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നാം കാണുന്നത്. അബ്രഹാമിൻ്റെ മകനായ, ഇസ്ഹാക്കിൻ്റെ മകനായ
യാക്കോബ് നാട്ടിയ 4 തൂണുകൾ. ഓരോ തൂണിനും ആത്മീയമായ ചില സന്ദേശങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിൽ സ്ഥായിയായി അനുഭവിക്കേണ്ടതായ ചില അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ ഓരോ തൂണിനും നൽകുവാനുണ്ട്. യാക്കോബ് ബേഥേലിൽ വെച്ച് തൂണ് നാട്ടിയെന്ന് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നാം കാണുന്നു. അത് ഡെഡിക്കേഷൻ്റെ തൂണാണ്, സമർപ്പണത്തിൻ്റെ തൂണാണ്. യാക്കോബ് സ്വന്തം ഭവനത്തിൽ നിന്ന് ദൂരെ ഹാരാനിലേക്ക് മരണഭീതിയോടെ ഓടിപ്പോകുമ്പോൾ ബേഥേലിൽ ഒരു പാറമേൽ തല അയച്ച് കിടന്ന് ഉറങ്ങി മയക്കത്തിൽ ഒരു ഗോവണി സ്വപ്നത്തിൽ കണ്ടു. നിത്യനായ ദൈവം ഗോവണിമേൽ കയറി നിൽക്കുന്നത് കണ്ടു. യാക്കോബ് ദൈവ സാന്നിധ്യം രുചിച്ചറിഞ്ഞു. ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം ഗ്രഹിച്ചു. ഏകനായും അനാഥനായും ഞാൻ പോകുമ്പോൾ എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്നും എന്നെ കരുതുന്നൊരു ദൈവമുണ്ടെന്നും യാക്കോബ് ഗ്രഹിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് അവിടെ ഒരു തൂൺ നാട്ടുകയും ചെയ്തു. ആ തൂൺ സമർപ്പണത്തിൻ്റെ തൂണാണ്, അത് പ്രതിഷ്ഠയുടെ തൂണാണ്, അത് സറൻഡർ, ഡെഡിക്കേഷൻ്റെ തൂണാണ്. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ തൂണ് സമർപ്പണത്തിൻ്റെ തൂണ്. യാക്കോബിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ തൂണ് 14 വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് തൻ്റെ ഭാര്യമാർ 2 പേര് അവരോട് ചേർന്ന് പിന്നീടുള്ള 6 വർഷം ലാബാൻ്റെ ഭവനത്തിൽ താമസിച്ചു. അങ്ങനെ 20 വർഷം കഴിഞ്ഞ് യാക്കോബ് ഹാരാനിൽ നിന്ന് തൻ്റെ ഭാര്യമാരോടും മക്കളോടും ആടുമാടുകളോടും വേലക്കാരോടും കൂടി ദാസിദാസന്മാരോടും കൂടി പോകുമ്പോൾ വഴിയിൽ വെച്ച് പിറകെ എത്തി വന്ന ലാബാനുമായി വ്യക്തമായി വേർതിരിവിൻ്റെ ഉടമ്പടി ചെയ്തു. അത് സെപ്പറേഷൻ്റെ തൂണാണ്, അത് വേർപാടിൻ്റെ തൂണാണ്. മൂന്നാമത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ നാം കാണും. യാക്കോബ് 20 വർഷങ്ങൾക്ക് ശേഷം ബേഥേലിൽ തിരികെ എത്തി. ബേഥേലിൽ വന്ന് അവിടെ വെച്ച് വീണ്ടും സമർപ്പണം പുതുക്കി. പുനഃസമർപ്പണം, പുനഃപ്രതിഷ്ഠ, ഡെഡിക്കേഷൻ്റെ തൂണാണ്. നാലാമത് ആ യാത്രയിൽ ബേത്ത്ലേഹേമിനടുത്ത് എത്തിയപ്പോൾ യാക്കോബിൻ്റെ പ്രിയ ഭാര്യയായ റാഹേൽ കടന്നുപോയി. 2ാമത്തെ പ്രസവത്തോടെ റാഹേൽ മരിച്ചുപോയി. റാഹേലിനെ വഴിയോരത്ത് തന്നെ ശവം അടക്കി. ആ കല്ലറയുടെ അടുത്ത് ഒരു തൂൺ നിർത്തിയ ഒരു സ്മാരക സ്തംഭം, അത് കമമ്മറേഷൻ്റെ തൂണാണ്, ഓർമ്മയുടെ സ്തംഭമാണ്. കമമ്മറേഷൻ, ഓർമ്മയുടെ തൂണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 5-ാമത്തെ തൂണ് ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി തീർന്നു എന്നതിനെക്കുറിച്ചാണ്. ലോത്തിൻ്റെ ഭാര്യ ഓടിപ്പോവുകയായിരുന്നു. നശിക്കുന്ന പട്ടണത്തിൽ നിന്ന്, സോദോം ഗൊമോറയിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. തിരിഞ്ഞു നോക്കരുത് എന്ന് കൽപ്പനയുണ്ടായിരുന്നു. അവൾ വചനം ലംഘിച്ചു. അവളുടെ ഹൃദയം പിറയിലായിരുന്നതുകൊണ്ട് എപ്പോഴോ അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോയി. അവൾ വഴിയോരത്ത് ഉപ്പുതൂണായി നിന്നു. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോയി. 6ാമത് വേദപുസ്തകത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും മർമ്മമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ ക്രിസ്തു തൂണാണ് എന്നതിനെക്കുറിച്ചുള്ളതായ പ്രസ്താവനയാണ്. തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. സത്യത്തിൻ്റെ അടിസ്ഥാനമായ ക്രിസ്തു, സത്യത്തിൻ്റെ തൂണായ ക്രിസ്തു, സമ്പൂർണ്ണ സത്യമായ ക്രിസ്തു. വീണ്ടും 7ാമതായി നാം കണ്ടത് സഭയിലെ സുവിശേഷകന്മാരിൽ അന്ന് മുമ്പനായിരുന്ന പത്രോസ്ലീഹായും യോഹന്നാൻ സ്ലീഹായും ഗലാത്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ തൂണുകളായി എണ്ണപ്പെട്ട കേഫാവും യോഹന്നാനും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ അപ്പോസ്തലന്മാർ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാർ, അവർ സഭയുടെ തൂണാണ്. അവർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തൂണുകളാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് 8ാമത്തെ തൂണിനെക്കുറിച്ച് നാം ചിന്തിക്കാൻ തുടങ്ങുകയാണ്. വേദപുസ്തകത്തിലെ തൂണുകളിൽ
8-ാമത്തെ തൂണ്. നമുക്ക് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു, അതിൻ്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു, അതിൻ്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നുവെന്നും ഭൂമിയുടെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നുവെന്നും ഇയ്യോബ് പറയുന്നത് വരാനിരിക്കുന്ന കാലത്ത് സംഭവിക്കുന്ന ഭയാനകമായ പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചാണ്. അവസാന കാലത്ത് സംഭവിക്കാനിരിക്കുന്ന വലിയ പ്രകൃതിക്ഷോഭങ്ങൾ, വലിയ ഭൂമി ഉലുക്കങ്ങൾ, വലിയ ഭൂകമ്പങ്ങൾ, വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, വലിയ സുനാമി തിരമാല തള്ളിക്കയറ്റങ്ങൾ, ഇവയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു, അതിൻ്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. നമുക്ക് തിരുവചനത്തിലെ ചില ഭാഗങ്ങൾ വായിക്കണം. ഭൂമിയെ കുലുക്കുന്നു എന്ന് വരാനിരിക്കുന്ന കാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. വരാനിരിക്കുന്ന കാലത്ത് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഭയാനകമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം സ്വസ്ഥരായി ഇവിടെ ജീവിക്കുന്നു. ഇന്ന് നാം സാമാന്യം സമാധാനമായി ഇവിടെ ജീവിക്കുന്നു. എന്നാൽ നാം ആരും നനച്ചിരിയാത്ത സമയത്ത് വലിയ ഭയാനകമായ കാര്യങ്ങൾ ഈ ഭൂമിമേൽ സംഭവിക്കും. വേദപുസ്തകം വ്യക്തമായി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, വലിയ കഷ്ടതകളും യാതനകളും വലിയ ദുരിതങ്ങളും ഈ ഭൂമിമേൽ വരുന്നു എന്ന് നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 24-ാം അധ്യായം 17-ാം വാക്യം മുതൽ. ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിലകപ്പെടും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു. ഭൂമി പൊടുപടെ പൊട്ടുന്നു. ഭൂമി കിറുകിറെ കീറുന്നു. ഭൂമി കിറുകിറെ കീറുന്നു. ഭൂമി കിടുകിടെ കിടുങ്ങുന്നു. ഭൂമി കിടുകിടെ കിടുങ്ങുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കാവൽ മാടം പോലെ ആടുന്നു. കാവൽ മാടം പോലെ ആടുന്നു. അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. ഭൂമിയുടെ അകൃത്യം ഭൂമിമേൽ ഭാരമായിരിക്കുന്നു. അത് വീഴും, എഴുന്നേൽക്കയുമില്ല. വീഴും, എഴുന്നേൽക്കുകയുമില്ല. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമിയുടെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. ഭൂമിയുടെ തൂണ്, അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമിക്ക് എവിടെയെങ്കിലും തൂണുണ്ട് എന്നല്ല പറഞ്ഞത്, അത് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു എന്ന് വിശദീകരണം യെശയ്യാവ് പറയുന്നുണ്ട്. എല്ലാം കുലുങ്ങിപ്പോവുകയാണ്. ഒരു വീടിൻ്റെ തൂണ് കുലുങ്ങിയാൽ ആ വീട് തകർന്നു പോകും. ഭൂമി തകർന്നു പോകുമെന്നാണ് പറയുന്നത്. എല്ലാം പൊടിഞ്ഞ് തകർന്നു പോകും. എല്ലാം പൊട്ടി തകർന്നു പോകും. അതിനെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. വരും കാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യം അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ, 2-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ അത് വിശദമായി പറയുന്നുണ്ട്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. വരാനിരിക്കുന്ന കാര്യമാണ് തിരുവചനം പറയുന്നത്. ഭൂമിമേൽ ന്യായവിധി വരുന്നുവെന്ന്, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നുവെന്ന്. അതിന് കാര്യം എന്താണ്? കാരണം എന്താണ്? അത് യെശയ്യാവ് പറയും, മനുഷ്യൻ്റെ അകൃത്യം ഭൂമിമേൽ ഭാരമായിരിക്കുന്നു. അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. മനുഷ്യൻ്റെ അകൃത്യം മൂലം ഭൂമിക്ക് നാശം വരുന്നു. ഭൂമി ഊഷരമായ മരുപ്പറമ്പായി മാറുന്നു. നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ള പ്രദേശങ്ങൾ അതെല്ലാം ഉണങ്ങി വരണ്ടു പോകുന്നു. വേണ്ട സമയത്ത് വേണ്ടതുപോലുള്ളതായ കാലാവസ്ഥയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നു. കാലാവസ്ഥയിൽ കാര്യമായ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. ഭൂമിക്ക് നാശം ഭവിക്കുന്നു. ഭൂമിയിൽ കിട്ടേണ്ടതായ വിളവുകൾ കിട്ടാതെ പോകുന്നു. അത് വിളവ് തരാതിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു, നമുക്ക് വായിക്കാം. ഹോശേയ പ്രവാചന പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ
ഈ ഭൂമിക്ക് ശാപം വരുന്നുവെന്ന് നമുക്ക് കാണാം. മനുഷ്യൻ്റെ അകൃത്യം മൂലം ഭൂമിക്ക് നാശം വരുന്നുവെന്ന് കാണാം. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, ദേശം ദുഃഖിക്കുന്നു, ഈ ഭൂമി ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും, വയലിലെ മൃഗങ്ങളും, ആകാശത്തിലെ പറവുകളും ക്ഷീണിച്ചു പോകുന്നു. അതിലെ നിവാസികൾ, ഭൂമിയിലെ നിവാസികൾ ക്ഷീണിച്ചു പോകുന്നു, വയലിലെ മൃഗങ്ങൾ ക്ഷീണിച്ചു പോകുന്നു, ആകാശത്തിലെ പറവുകൾ ക്ഷീണിച്ചു പോകുന്നു. സകല ജീവജാലങ്ങൾക്കും കേട് സംഭവിക്കുന്നു. ഈ ഭൂമിമേൽ വലിയ ന്യായവിധി വരുന്നു, വലിയ ശിക്ഷാവിധി വരുന്നു. വരും കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ന് ഭാഗികമായതെല്ലാം ചില സ്ഥലങ്ങളിൽ സംഭവിക്കുന്നു. എന്നാൽ എല്ലാം ഒരുമിച്ച് നാശം സംഭവിക്കുന്ന ഒരു ദിവസത്തേക്ക് മനുഷ്യജാതി ഭൂമി തന്നെയും അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതുകൊണ്ട് ഭൂമി ദുഃഖിക്കുന്നതാണ് പറഞ്ഞത്? ദേശം ദുഃഖിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട്, ഏതുകൊണ്ട്? അത് 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം ഏതുകൊണ്ടാണ് ദേശം ദുഃഖിക്കുന്നത്. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. യഹോവയ്ക്ക് ദേശത്തെ ജനത്തോട്, ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദേശത്ത് സത്യവുമില്ല, ദൈവമില്ല, ദൈവമില്ല, ദൈവപരിജ്ഞാനവുമില്ല. ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, മനുഷ്യർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു, വീട് മുറിക്കുന്നു, ഭവന ഭേദനം നടത്തുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു, കൊലപാതകങ്ങൾ ചെയ്യുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. കൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ദേശത്തെ നിവാസികൾ ക്ഷയിച്ചു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു, മൃഗങ്ങൾ ക്ഷീണിച്ചു പോകുന്നു, ആകാശത്തിലെ പറവകൾ ക്ഷീണിച്ചു പോകുന്നു, എല്ലാറ്റിനും നാശം വരുന്നു. മനുഷ്യൻ്റെ പാപം മൂലം ദേശത്തിന്മേൽ, ഭൂമിമേൽ ന്യായവിധി വരുന്നു. ഭൂമിയുടെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും, ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും, മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുന്നു. ഭൂമിമേൽ, ഈ ഭൂമിയിലുള്ള കെട്ടിടങ്ങളിൽ അതിലെ ചുവരിലെ കല്ലുകൾ നിലവിളിക്കുന്നു, അതിലെ മേൽപ്പുരയിലെ തുലാം ഉത്തരം പറയുന്നു. എന്താണ് ഈ പറയുന്നത്? ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന ദുഷ്കൃത്യങ്ങൾ മൂലം, മനുഷ്യൻ്റെ പാപം മൂലം, മനുഷ്യൻ്റെ ദുഷ്ടത മൂലം ഈ ഭൂമിയിൽ നാശം വരുന്നു. കല്ലുകൾ നിലവിളിക്കുന്നു. എല്ലാം മൂകസാക്ഷികളാണ്. വീട് മൂകസാക്ഷിയാണ്. ആ മുറിയിൽ വെച്ച്, അല്ലെങ്കിൽ ആ ഭവനത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതായ പാതകങ്ങൾ, കൊലപാതകങ്ങളാകാം, വ്യഭിചാരങ്ങളാകാം, ബലാത്സംഗങ്ങളാകാം, കവർച്ചകളാകാം, കൊള്ളരുതായ്മകൾ, എന്തെല്ലാം എല്ലാം സാക്ഷിയായി നിന്ന് ആ ഭവനത്തിലെ ചുമരുകളും അതിലെ കല്ലുകളും അതിലെ മരപ്പണികളും എല്ലാം സാക്ഷിയായി നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാര്യം ഗൗരവമല്ലേ? ഒന്നുകൂടി വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും, ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും, മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ പാപം മൂലം കല്ലുകൾ പോലും നിലവിളിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മൂകസാക്ഷികൾ, നിശബ്ദ സാക്ഷികളാണ്. ഒന്നും മിണ്ടുന്നില്ല, കല്ലുകൾ മിണ്ടുന്നില്ല. കല്ലുകൾക്ക് ജീവനുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നും പ്രിയപ്പെട്ടവരെ. എന്നാൽ എല്ലാം കണ്ടുകൊണ്ട്, എല്ലാം വീക്ഷിച്ചുകൊണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ അന്തരീക്ഷം മുഴുവൻ നിശബ്ദതയോടെ നിൽക്കുന്നു. എല്ലാം മൂകസാക്ഷികളായി നിൽക്കുന്നു. വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 38-ാം വാക്യം. മനുഷ്യൻ്റെ പാപം മൂലം വരുന്നതായ കെടുതികൾ ഭൂമി നിലവിളിക്കുന്നു, ഉഴച്ചാലുകൾ കരയുന്നു. ഭൂമിയിലെ ഉഴച്ചാലുകൾ, കൃഷിക്കണ്ടത്തിലെ ഉഴച്ചാലുകൾ, വയലിലെ ഉഴച്ചാലുകൾ, ഉഴവിൻ്റെ ചാലുകൾ അത് കരയുന്നെന്നാണ് പറയുന്നത്. അവിടെ നടക്കുന്ന ദുഷ്ടത നിമിത്തം, അവിടെ നടക്കുന്ന കൊള്ള നിമിത്തം, അവിടെ നടക്കുന്ന അതിർവരമ്പ് മാറ്റ നിമിത്തം അതിർവരമ്പുകൾ മാറ്റുന്നു. അവിടെ കൊള്ളകൾ നടക്കുന്നു, അവിടെ തിന്മകൾ നടക്കുന്നു, അവിടെ വ്യാജ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അവിടെ കവർച്ചകൾ നടക്കുന്നു, അവിടെ സാധുവിനെ ഉപദ്രവിക്കുന്നു. വായിക്കാം. എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കുകയോ, നിലം നിലവിളിക്കുന്നു, അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ. ഒന്നിച്ച് കരയുന്നു, ഉഴച്ചാലുകൾ കരയുന്നു, നിലം നിലവിളിക്കുന്നു. എന്താണ് പറഞ്ഞത്? ആ നിലത്തിൻ്റെ ഉടമയുടെ ദുഷ്ടത നിമിത്തം, എൻ്റെ നിമിത്തം, ആ നിലത്തിൻ്റെ ഉടമയുടെ ദുഷ്ടത നിമിത്തം ഉഴച്ചാലുകൾ കരയുന്നു, നിലം നിലവിളിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. പിന്നെ യഹോവ സോദോമിൻ്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. സോദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലിയത്. ആ ദേശം നിലവിളിക്കുകയാണ്. കാരണം എന്ത്? അതിലെ നിവാസികളുടെ പാപം അതികഠിനവുമാകുന്നു. പ്രിയപ്പെട്ടവരെ,
നാം ഇന്ന് പാപത്തെ വെള്ളം പോലെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പാപം ചെയ്യാൻ പേടിയില്ല, മടിയില്ല. ആരോടും എന്തും പറയാൻ നമുക്ക് പേടിയില്ല. അപ്പനോട് ധിക്കരിക്കാൻ പേടിയില്ല. ഭാര്യയെ ഉപദ്രവിക്കാൻ പേടിയില്ല. ആരെയും ദുഷിക്കാൻ ഭയമില്ല. പ്രിയപ്പെട്ടവരെ, ഇല്ലാത്തത് പറഞ്ഞു വരത്താൻ പേടിയില്ല. ദൈവവേലയെ തടുക്കാനെന്ന് പേടിയില്ല. ദൈവവേലയെ ധിക്കരിക്കാൻ പേടിയില്ല. ദൈവവേലക്കാരെ പരിഹസിക്കാൻ പേടിയില്ല. ആര് ചോദിക്കാനാണെന്നാണ് ചിന്ത. ആര് ചോദിക്കാൻ? ഒന്നും പേടിക്കാനില്ലെന്നാണ്. എന്നോട് ചോദിക്കാൻ ആരുണ്ടായെന്നാണ് ചിന്ത. എന്നെ തിരുത്താൻ ആർക്ക് അവകാശമെന്നാണ് ചിന്ത. പ്രിയപ്പെട്ടവരെ, എന്നാൽ കേൾക്കൂ, ദേശനിവാസികളുടെ പാപം മൂലം ദേശം നിലവിളിക്കുകയാണ്. അതിഭയാനകമായ കരച്ചിൽ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്താണ് ഇതിന് പരിഹാരം? ഭൂമി കുലുങ്ങുന്നു, ഈ തൂണുകൾ കുലുങ്ങുന്നു, ഭൂമിയുടെ തൂണ് കുലുങ്ങുന്നു. ഈ തൂണ് ഉറച്ചു നിൽക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത്? നാം ഉറച്ചു നിൽക്കുക. എവിടെയാണ് ഉറച്ചു നിൽക്കേണ്ടത്? അത് കഴിഞ്ഞ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ്. ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പിച്ച് നിൽക്കുക. അവിടെ മാത്രമേ ശരണമുള്ളൂ. യേശു ക്രിസ്തുവിൽ മാത്രമേ ശരണമുള്ളൂ. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ധാരാളം കേൾക്കുന്നു, വചനം ധാരാളം കേൾക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്രിസ്തു എന്ന പാറമേൽ തൂണുറപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്ഥിരമായൊരു ചുവടുവെപ്പ് ക്രിസ്തുവിൽ നിങ്ങൾ ഊന്നിയിട്ടുണ്ടോ? നിങ്ങൾ ശാന്തമായി ചിന്തിച്ചു നോക്കൂ. ക്രിസ്തുവിൽ നിങ്ങളുടെ ചുവടുവെപ്പ് ഊന്നണമെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. നാം വായിച്ചതിന് ചേർന്നുള്ള ഭാഗം വായിക്കാം. 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ, അല്ല, ഈ തൂണുകൾ ഇളകാനുള്ളതായിരിക്കിയാൽ, ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ, ഇവയൊക്കെയും നശിക്കാനുള്ളതാകയാൽ, ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ, ആകാശം ചുട്ടഴിവാനും ആകാശം ചുട്ട് നശിച്ചു പോകുവാനും മൂലപദാർത്ഥങ്ങൾ വെന്ത് ഉരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എത്രമാത്രം വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കേണ്ടതാണ്. നിങ്ങൾ എത്രമാത്രം ഭക്തിയുള്ളവരായിരിക്കേണ്ടതാണ്. ഇവയൊക്കെയും ചുട്ടഴിയാനുള്ളതാണ്. മകനെ, നീ ഇന്ന് വസിക്കുന്ന വീട് അത് നശിക്കാനുള്ളതാണ്. നിൻ്റെ ജോലി, നിൻ്റെ വരുമാനം, നീ സമ്പാദിച്ചതിൻ്റെ സമ്പാദ്യങ്ങൾ, നിൻ്റെ ഈ ലോകത്തിലെ എന്തെല്ലാം നിനക്ക് നിൻ്റേതെന്ന് പറയാനുണ്ടോ അതൊക്കെയും നിന്നെ വിട്ടു പോകുന്നതാണ്. ഒന്നും സ്ഥായിയല്ല, ഒന്നും സ്ഥിരമല്ല. ഒന്നും സ്ഥിരമായി നിൻ്റെ കൂടെ നിൽക്കുകയില്ല. ഇതെല്ലാം നശ്വരമാണ്. ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, എല്ലാം നശിച്ചു പോകും. പക്ഷേ നശിക്കാത്തത്, മാറിപ്പോകാത്തത്, വിട്ടുപോകാത്തത് എൻ്റെ കരുണയുള്ള കർത്താവായ യേശുവിൻ്റെ സ്നേഹം മാത്രം. ആ യേശു, അവൻ എന്നും എന്നേക്കും ജീവിക്കുന്നു. അവൻ ആദി കണ്ടവനാണ്. അവൻ തുടങ്ങി തന്നവനാണ്. അവൻ ആരംഭം കുറിച്ചവനാണ്. അവൻ നിങ്ങളെ അന്ത്യത്തിലേക്ക് എത്തിക്കും. അവൻ നിങ്ങളെ അവസാനത്തേക്ക് എത്തിക്കും. ആദി കണ്ടവൻ അവസാനവും കണ്ടിരിക്കുന്നു. അവൻ നിങ്ങളെ വിളിച്ചിറക്കിയതാണ്. വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോവുകയില്ല. ഇത്രയും കൊണ്ടുവന്നിട്ട് മോനെ ഇനി ഞാൻ നിൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് മാറുകയില്ല. നാം മാറിപ്പോയാലും എന്തു ചെയ്യും? നാം അവൻ്റെ പിടിവിടുവിച്ച് നാം സ്വതന്ത്രരായി പോകാൻ തുടങ്ങിയാൽ കർത്താവ് ബലാത്കാരേണ പിടിച്ചു നിർത്തുകയില്ല. നമ്മുടെ സ്വതന്ത്ര ബുദ്ധിയിൽ കർത്താവ് കൈവയ്ക്കുകയില്ല. നമ്മുടെ സ്വതന്ത്ര ബുദ്ധിയെ കർത്താവ് ചോദ്യം ചെയ്യുകയില്ല. നമ്മുടെ ഇച്ഛാശക്തിയെ കർത്താവ് ചോദ്യം ചെയ്യുകയില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് വിശേഷ ബുദ്ധി തന്നിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിരാകരിക്കാം. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ഒരു തിരഞ്ഞെടുപ്പിനുള്ളതായി അവസരം തരികയാണ്. എന്തു വേണം? യേശു ക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേൽ മാറി ചവിട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായി തീരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വിശുദ്ധ ജീവിതം. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരന്മാരെ, വാസ്തവമായി വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹമുള്ളവർ നിങ്ങൾ അനേകം പേരുണ്ടെന്ന് ഞാൻ കരുതുന്നു. അനേകം പേർക്ക് ആഗ്രഹമുണ്ട്. വചനം കേൾക്കണം, വചനം കേൾക്കാൻ വരണം. വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും. സഹോദരങ്ങളെ, അനേകം പേര് വചനം കേൾക്കാൻ താല്പര്യമില്ല.
എന്നാൽ അവർക്ക് ഒന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചാൽ ഫലപ്പെടണമെങ്കിൽ നിങ്ങൾ വചനം കേട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരണം. പ്രാർത്ഥിക്കാം, തീർച്ചയായും പ്രാർത്ഥിക്കാം. പക്ഷേ പ്രാർത്ഥന ഫലപ്പെടണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. പ്രാർത്ഥന ഫലപ്പെടണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അകൃത്യം നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ നിങ്ങൾ മാറ്റണം. നിങ്ങൾക്ക് അനേകം വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ജീവിതത്തിലെ പാപം മാറ്റാതെ ആത്മാവ് ഇറങ്ങുകയില്ല, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. യെശയ്യാ പ്രവാചകൻ 59-ാം അധ്യായം 1-ാം വാക്യത്തിൽ അങ്ങനെ പറയും. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നിങ്ങൾ കാണാം. നാം എന്താണ് പറഞ്ഞത്? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പാപം മാറ്റുക, പാപം ജീവിതത്തിൽ നിന്ന് മാറ്റുക, പാപം പ്രവൃത്തികളിൽ നിന്ന് മാറ്റുക, പാപം വാക്കുകളിൽ നിന്ന് മാറ്റുക, പാപം ചിന്തയിൽ നിന്ന് മാറ്റുക, പാപം മനോഭാവത്തിൽ നിന്ന് മാറ്റുക, പാപം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കും. കുലുങ്ങിപ്പോകാത്ത തൂണാകുന്ന ക്രിസ്തുവിൽ നിങ്ങൾക്ക് അടിയുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതം വിശുദ്ധമാകും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ പറന്നുയരുന്നവരായി തീരും. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വരാൻ ഇപ്പോൾ താല്പര്യമുണ്ടോ? യേശുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. ആ തിരുരക്തം പുരണ്ട കരത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആ കരം, നീട്ടിയിരിക്കുന്ന കരം എപ്പോഴാണ് വലിക്കുന്നത് അറിയുന്നില്ല. ഇന്ന് തുറന്നിരിക്കുന്ന കൃപയുടെ വാതിൽ എപ്പോഴാണ് അടയ്ക്കുന്നത് അറിയുന്നില്ല. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ വെച്ച് കൊടുക്കുവീൻ. ആ തൃക്കരത്തിലെ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ. ആ തിരുരക്തം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. കഴിഞ്ഞകാല പാപങ്ങൾ മാറ്റട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ തിന്മകൾ ദൂരീകരിക്കട്ടെ. നിങ്ങളെ വിശുദ്ധരാക്കട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശാപദോഷങ്ങൾ മാറ്റട്ടെ. ബന്ധനങ്ങൾ അഴിക്കട്ടെ. കോട്ടകൾ തകർക്കട്ടെ. പിശാച് കെട്ടിയിരിക്കുന്ന നെടുങ്കോട്ടകളെല്ലാം ഇടിഞ്ഞു വീഴട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമം നിങ്ങളുടെ മേൽ മുദ്രയായി ചാർത്തട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ അണിയിക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ രക്ഷിക്കട്ടെ. യേശുവിൻ്റെ വരവിന് വേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നന്മകളും ജീവിത സമാധാനവും ഹൃദയ സന്തോഷവും എല്ലാവർക്കും നൽകണമേ. അവിടുത്തെ 2ാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.